എൻ്റെ ശക്തമായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡസ്ട്രിയെ മുഴുവനും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, മുൻപ് ഈ വിധിയൊക്കെ വരുന്നതിന് മുൻപ് ഒരു 50% ആളുകളെ അവൾക്കൊപ്പം എന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിധിക്ക് ശേഷം കേരളം മുഴുവനും, കേരളത്തിനപ്പുറത്തുള്ളവരും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ശക്തിയും ഞങ്ങളുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. ഈ കേസ് ഒരു വഴിത്തിരിവുണ്ടാക്കിയ ഒരു വ്യക്തി നമ്മളുടെ ഇടയിൽ ഇന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ ഭാര്യയാണിത്, ബാലേന്ദ്രകുമാറിൻ്റെ ഭാര്യയാണിത്. പലർക്കും അറിയില്ല. ഇന്ന് എന്നോട് വിളിച്ച് ഇങ്ങോട്ട് ചോദിച്ചതാ, ചേച്ചി എൻ്റെ ഭർത്താവ് ഇത്രയേറെ, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പോയി ഇതിനോടൊപ്പം നിന്നിട്ട്, ആ മനുഷ്യൻ ചെയ്ത പോലെ ഒരു ത്യാഗം സത്യത്തിൽ മറ്റുള്ള എത്ര പേർ ചെയ്തു എന്നറിയില്ല. ഈ നമ്മുടെ അതിജീവിതയോടൊപ്പം സഞ്ചരിച്ച ഓരോരുത്തരും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇങ്ങനെ അവർ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ജീവൻ പോലും, എന്നോട് ബാലേന്ദ്രകുമാർ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. 41 ദിവസമാണ് ബാലേന്ദ്രകുമാർ കോടതിയിൽ പോയി മൊഴി കൊടുത്തുകൊണ്ടിരുന്നത്, സാക്ഷി വിസ്താരമൊക്കെ നടത്തിയത്. ഈ 41 ദിവസവും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ബാലേന്ദ്രകുമാർ പറഞ്ഞത്, ഇത് മുഴുവനും തീർത്തിട്ടേ ഞാൻ ഈ ലോകം വിട്ട് പോവുള്ളൂ ചേച്ചി, എന്നിട്ടേ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞ് ആ ബാലേന്ദ്രകുമാറിൻ്റെ ഭാര്യയാണ്. അവർക്കുണ്ടായ നഷ്ടം വളരെ വളരെ വലുതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.